മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ പൊമ്പിളയൊരുമയുടെ പിന്തുണയോടെ UDF-ന് അധ്യക്ഷ സ്ഥാനം. മാരത്തൺ ചർച്ചകൾക്ക് ശേഷം അവസാന നിമിഷമാണ് രണ്ട് പൊമ്പിളയൊരുമ അംഗങ്ങൾ UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചത്. ഇതോടെ പൊമ്പിളയൊരുമയിൽ ഭിന്നത രൂക്ഷമായി. അത്യന്തം നാടകീയമായ നിമിഷങ്ങൾക്കൊടുവിലാണ് മൂന്നാർ പഞ്ചായത്തിലെ പൊമ്പിളയൊരുമ അംഗങ്ങൾ UDF-ന് പിന്തുണ നൽകിയത്. 21 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ 10 സീറ്റുകൾ LDF-ഉം 9 സീറ്റുകൾ UDF-ഉം നേടിയിരുന്നു. 2 സീറ്റുകൾ നേടി പൊമ്പിളയൊരുമ അധ്യക്ഷ സ്ഥാനം നിർണ്ണയിക്കുന്ന ശക്തിയായതോടെ LDF-ഉം UDF-ഉം ഇവരുമായി ചർച്ചകൾ ആരംഭിച്ചു. ഇതിനിടെ പൊമ്പിളയൊരുമ നേതാക്കൾ തമ്മിലും ഭിന്നത ഉടലെടുത്തു. ഗോമതി AIADMK-യുമായി സഖ്യമുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന ഒരു വിഭാഗം ആക്ഷേപമുന്നയിച്ചപ്പോൾ ലിസി സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നുവെന്ന ആരോപണവുമായി മറുവിഭാഗവും രംഗത്തെത്തി. ഇതിനിടെയാണ് ലിസി സണ്ണിയും പഞ്ചായത്ത് അംഗങ്ങളും UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചത്. എന്നാൽ തന്നോട് ആലോചിക്കാതെയാണ് തീരുമാനമെന്ന് ഗോമതി പ്രതികരിച്ചു. എനിക്കറിയില്ല, ഞാനിപ്പോ ദേവികുളം ബ്ലോക്കിലാണ്. എനിക്ക് ഇതിനെ കുറിച്ച് ഓരോ വിവരം എനിക്ക് ഇതുവരെയും കിട്ടിയില്ല. ഞാൻ ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. UDF-നെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ മെമ്പർമാരാണ് തീരുമാനമെടുക്കുന്നതെന്ന് ലിസി സണ്ണി പറഞ്ഞു. അതേസമയം പൊമ്പിളയൊരുമയിൽ പിന്തുണ പ്രഖ്യാപിച്ചയുടൻ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന് മുന്നിൽ ഇടത് വലതുമുന്നണി പ്രവർത്തകർ തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. പോലീസ് ഇടപെട്ടാണ് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കിയത്. റിപ്പോർട്ടർ, ഇടുക്കി.